സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് കേരളത്തിൽ, അതായത് നമ്മുടെ മധ്യ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ നിന്നാണ്. കത്തോലിക്ക സഭയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പുതിയ മെത്രാപ്പോലിത്ത. കേരളത്തിലെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരിടമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലിത്ത. കാരണം വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. കേരളത്തിലെ കത്തോലിക്കരുടെ ഒരു ഒന്ന് രണ്ട് പ്രധാന പോയിന്റുകളാണ് ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, എറണാകുളം ഈ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. അപ്പം ഇവിടെയൊക്കെയുള്ള കത്തോലിക്ക സഭയുടെ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് പൊതുവെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. അതുമാത്രമല്ല, ഈ നമ്മുടെ പ്രത്യേകിച്ചും കോട്ടയം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള ഇതിന് എല്ലായിടത്തും വലിയ പ്രാധാന്യമുള്ളതിന് വേറൊരു കാരണം, ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ അതിരൂപതയുടെ കീഴിലുണ്ട്. അതുപോലെ ഒരുപാട് ആശുപത്രികൾ നമ്മുടെ കത്തോലിക്ക സഭ അവിടെ ഉണ്ട്, കത്തോലിക്ക സഭയുടെ ഓണർഷിപ്പിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് നടത്തുന്നത്, അതിൻ്റെ അങ്ങേ അറ്റത്തെ തീരുമാനമെടുക്കുന്നത് നമ്മുടെ മെത്രാപ്പോലിത്തയാണ്. അല്ലെങ്കിൽ അവർക്ക് മെത്രാപ്പോലിത്തയുടെ വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള മീഡിയ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലിത്തയുടെ സ്ഥാനാരോഹണത്തെ കാണുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലിത്തയായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത് മാർ തോമസ് തറയിലാണ്. തറയിൽ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. അതേസമയം തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തിനകത്തെന്ന് വേണമെങ്കിൽ പറയാം, വലിയ തരത്തിലുള്ള ഈ സംഘർഷം നടക്കുന്നുണ്ട്. പച്ചയായിട്ടുള്ള രഹസ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ ഈ ഭൂമി കേസൊക്കെ വന്നതിൽ പിന്നെ നമ്മുടെ വിശ്വാസികൾ പൊതുവേ തന്നെ അത് പറയാനും അതിൻ്റെ ഡിസ്കഷനും വേണ്ടി അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം സഭയുടെ ഒരു ഡിസിപ്ലിൻ അനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ സഭ ഒരു വലിയൊരു കുടുംബമായിട്ടാണ് അവർ കാണുന്നത്. ഒരു കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ അവർ പുറത്തേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയും എറണാകുളം അങ്കമാലി അതിരൂപതയും തമ്മിൽ പൊളിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഈ മെത്രാപ്പോലിത്തയുടെ സ്ഥാനാരോഹണമായ സമയത്ത് തന്നെ എല്ലാ കാലത്തും ഈ കുറച്ച് നാളുകളായിട്ട് വലിയ സംഘർഷം നേരിടുന്നുണ്ട് ഈ 2 ഇടങ്ങൾ. പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി സൈഡും ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരി, നമ്മളുടെ ഈ ഒരു മധ്യ തിരുവിതാംകൂറിലെ ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ നോക്കിയാൽ ഇപ്പോഴത്തെ നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കണം? തലയിൽ നോക്കണം. ഇപ്പോഴത്തെ നമ്മളുടെ പോപ്പ്, അതല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ മോഡേൺ ആണ്. ഉദാഹരണത്തിന് സ്വർഗ അനുരാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സഭ ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്രിസ്തുവിൻ്റെ പാതയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അത് വളരെ ഒരുപാട് നാൾ കൂടി അദ്ദേഹം ഈ പൊതുവെ കത്തോലിക്ക സഭയും ഈ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്കറിയാം, വലിയ ഇഷ്യൂ ആണ് അല്ലേ? രണ്ട് അറ്റത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സഭ എക്സ്ട്രീം വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കുമ്പം കമ്മ്യൂണിസ്റ്റുകാർ എത്തീസത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അവർക്ക് ഈ പറയുന്ന പോലെ വിശ്വാസം വലിയ പ്രസക്തമല്ല. പക്ഷേ കത്തോലിക്ക സഭയുടെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ തലവൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോവുകയും അവരുമായിട്ട് ഹസ്തദാനം നടത്തുകയും ചെയ്തു. അതിലും വലിയൊരു മാതൃക, ക്രിസ്തുവിൻ്റെ മാതൃകയാണ് നമ്മുടെ പോപ്പ്, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നത്. സഭയിലുള്ള ഈ സംഘർഷത്തിൻ്റെ കാരണമായിട്ട് പൊതുവേ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആലഞ്ചേരി പിതാവിൻ്റെ അവരുടെ ഒരു ആ കേസാണെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ഈ എറണാകുളം അങ്കമാലി സൈഡിലുള്ള അവരുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ കൺസേൺ ആണെങ്കിലും, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പൊതുവേ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം സഭയിൽ, ക്രിസ്ത്യൻ സഭയിൽ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിൽ എല്ലാ കാലത്തും അവർ വളരെ കൺസർവേറ്റീവ് ആണെന്നൊക്കെ പറയുമെങ്കിലും മനുഷ്യർ പൊതുവേ റിഫോർമേഷന് തയ്യാറായിട്ടുള്ള ആളുകളാണ്. ഓരോ കാലത്തിനനുസരിച്ച് അവർ ഒരുപാട് മാറിയ ആളുകളാണ് കത്തോലിക്കർ, പ്രത്യേകിച്ചും കേരളത്തിലെ കത്തോലിക്കർ. കാരണം അതിന് വേറെ കാരണം ഒന്നുമല്ല. അവർക്ക് ലോകത്തിൽ അവർ പല വിദേശ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡുകളിലേക്ക് അവർ, വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് അവർ പണ്ട് മുതലേ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ ഏത് വിദേശ രാജ്യമാണെങ്കിലും വെസ്റ്റേൺ രാജ്യമാണെങ്കിലും ഇതിനകത്തുള്ള എല്ലാം ഉള്ള ഒരു പ്രത്യേകത, ഈ രാജ്യങ്ങളിലെല്ലാം ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലം ഉള്ള രാജ്യങ്ങളാണ് പലതും. എന്നിരുന്നാൽ തന്നെ ഇവിടെയുള്ള ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള പല ആളുകളും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള റിലീജിയസ് കാര്യങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളല്ല.
അവർ റിലീജിയൻ ഉണ്ട്, പക്ഷേ അവർ പൊതുവെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോകുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ നാട്ടിലുള്ള സഭയിലുള്ള ആളുകളും ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു റിഫോർമേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നവോത്ഥാനം അവരെല്ലാ കാലത്തും അവർ സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പം പ്രത്യേകിച്ചും ഈ സഭയിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കഷ്ടങ്ങളെ മുറുകെ പിടിക്കേണ്ട ആളുകൾ ഒരു സൈഡിൽ പിടിക്കുന്ന ആളുകൾ ഒരു സൈഡിൽ നിൽക്കുകയും മറ്റേ സൈഡിൽ ഈ വളരെ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിക്കാർ അവർ മറ്റേ സൈഡ് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ഈ മെത്രാപ്പോലിത്തയുടെ സ്ഥാനാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇതൊരു നല്ല കാര്യമായി മാറട്ടെ. ഒരു പുതിയ സഭയുടെ അജഗണങ്ങൾ എന്നാണ് വിശ്വാസികളുടെ വേറൊരു പേര്. അജഗണങ്ങളെ നയിക്കാൻ പുതിയൊരു ഇടയൻ ചങ്ങനാശ്ശേരിയിൽ വരുമ്പോൾ അത് എല്ലാം കൊണ്ടും നല്ലതാവട്ടെ. ചങ്ങനാശ്ശേരിയിലുള്ള ജനങ്ങൾക്കും ചങ്ങനാശ്ശേരിയിലുള്ള വിശ്വാസികൾക്കും മാത്രമല്ല, അല്ലാതെ ഒരുപാട് പേർക്ക്. കാരണം കത്തോലിക്ക സഭയ്ക്ക് ഉള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി മാത്രമല്ല, അതിൽ നടത്തുന്ന പല ഓർഗനൈസേഷനും വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ഒരുപാട് പേർക്ക് പണമില്ലാത്തവർക്ക്, പ്രത്യേകിച്ചും വിശ്വാസികളുടെ ആണെങ്കിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സഹായമാവട്ടെ. അതുപോലെ തന്നെ ആശുപത്രിയിൽ പാവങ്ങളായിട്ടുള്ളവർക്ക്, ഇനിയും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ആണ് പ്രയോറിറ്റി എങ്കിൽ അവർക്ക് പണമില്ലാത്തവർക്ക് നമ്മുടെ ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അവർക്ക്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കാനോ എങ്ങനെയെങ്കിലും അവർക്ക് കഴിയട്ടെ. ഇതുപോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എടുക്കാൻ വരുന്ന പുതിയ തലവന്മാർക്ക് കഴിയട്ടെ. പ്രത്യേകിച്ചും അജഗണങ്ങളെ നയിക്കുന്ന ആളുകൾക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് വിചാരിക്കുന്നു. ഈ സഭയിലുള്ള ആരാധനാക്രമത്തിലും വിശ്വാസത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ വരുന്നതും നല്ലത് തന്നെ. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതുപോലെയുള്ള കാര്യത്ത്, പ്രത്യേകിച്ചും ഹോസ്പിറ്റൽ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അത് ഒരുപാട് പേർക്ക് വലിയ ഉപകാരമാകുന്ന ഒരു കാലമാകും. അതിന് പുതിയ തോമസ് തറയിൽ പിതാവിന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അതിന് അദ്ദേഹത്തിന് പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു.